ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളങ്ങനെ ഒരു ഫിഷിംഗ് വീഡിയോ ആണ് ഇന്ന് എടുക്കുന്നത്. ഞാനും എൻ്റെ ഫ്രണ്ട് റഫുണ്ട്. ഞങ്ങൾ ഡ്യൂട്ടിയും കഴിഞ്ഞിട്ട് അണ്ണൻ്റെ പ്ലാനായിരുന്നു. അവനിടയ്ക്ക് ചൂണ്ടിടാൻ പറ്റുന്നതാണ്. അപ്പോൾ അവനെന്നോട് പറഞ്ഞു നമുക്കൊന്ന് ഫിഷിങ്ങിന് പോയില്ല. ഞാൻ പറഞ്ഞു ഓക്കെ, ഡബിൾ ഓക്കെ. വേണ്ടി ഞങ്ങൾ അങ്ങനെ ഇറങ്ങി. അവൻ്റെ പ്ലാനും പ്രകാരം നമ്മൾ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്ത് ഇവിടെ റിവറിൻ്റെ സൈഡിൽ, നമ്മുടെ സിറ്റി സെൻറ്ററിൽ തന്നെയുള്ള റിവറാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ഇത് ഇച്ചിരി എന്താ പറയുക, നമുക്കൊരു ടൈം പാസ്സാണ്. ഞാൻ പണ്ട് മീൻസ് ഒരു 1.5 കൊല്ലം മുന്നേ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് നടക്കാൻ പോകുന്ന വഴികളേതൊക്കെ നമ്മുടെ ഹോളിഡേ ഇന്നിൻ്റെ അവിടെ നിന്ന് നമ്മുടെ ഗ്രോബി റോഡിലോട്ട് പോകുന്ന ഒരു റോഡിൻ്റെ സൈഡിലുള്ള റിവറാണ്. അതിങ്ങനെ ക്രോസ് ചെയ്ത് പല വഴിക്ക് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ പ്ലാനും പ്രകാരം ഞങ്ങൾ നേരെ വന്നിട്ട് അതിൻ്റെ റിവർ സൈഡ് വണ്ടി നൈസായിട്ട് ഒതുക്കിയിട്ട് പതുക്കെ നടന്ന് ചൂണ്ടിടാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ ഇവന് ചൂണ്ട ഒരുപാടുണ്ട്. ഇവന് ലക്ഷക്കണക്കിന് രൂപയുടെ ഫിഷിംഗ് എന്ന് പറഞ്ഞൊരു ഭ്രാന്ത്. ഇവന് എല്ലാ സ്ഥലത്തും പോയി ചൂണ്ടിടുന്നതാണ്. അപ്പോൾ ഇഷ്ടംപോലെ ചൂണ്ടകൾ. അവൻ ഭയങ്കര സൂക്ഷിക്കുന്ന കാളയല്ല, നന്നായിട്ട് സൂക്ഷിക്കും. അവൻ്റെ അപ്പനും അപ്പൂപ്പന്മാരായിട്ട് ഉപയോഗിച്ചിടുന്ന ചൂണ്ടകൾ വരെ ഉണ്ട്. അപ്പോൾ അവൻ്റെ വീട്ടിൽ ചെന്നാൽ ഞാൻ എൻ്റെ വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ അതിൽ നിന്ന് പുള്ളിക്കാരൻ ഞങ്ങൾക്ക് വേണ്ടിയുള്ള ചൂണ്ടകളും അതേപോലെ തന്നെ അതിൻ്റെ ഫുഡ്സും അതുപോലെ തന്നെ നമ്മുടെ ലോറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ്. അപ്പം നമ്മുടെ സിറ്റി സെൻ്റർ തൊട്ട് പറ്റത്തിനുള്ള ആ റിവറിലാണ് ഞങ്ങളിപ്പോൾ ഇടുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഇഷ്ടംപോലെ രസമാണ്. അപ്പോൾ ഞാനും പതുക്കെ ക്യാമറ സൈഡിൽ എവിടെയെങ്കിലും ഒതുക്കിയിട്ട് ചൂണ്ടിടാനുള്ള പരിപാടിയാണ്. അപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന എൻ്റെ മെയിൻ ഉദ്ദേശം നടക്കത്തില്ല. എനിക്ക് വീഡിയോയൊക്കെ മെയിനായിട്ടുള്ളത് ചൂണ്ടിടലാണ്. അപ്പം ഞങ്ങളങ്ങനെ തുടങ്ങുവാണ് പരിപാടി. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഇത് ആൾക്കാർ നടക്കുന്ന വഴി അതുപോലെ തന്നെ സൈക്കിളൊക്കെ പോകുന്ന വഴിയും കൂടിയാണ്. അപ്പം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാര്യം നമ്മളിത് ലോറടിക്കുമ്പോഴത്തേക്കും ആരുടെ മേത്ത് കൊള്ളലും, അതാണ് വേറൊരു ടാസ്ക്. അതുപോലെ തന്നെ ഇവിടെ എപ്പോഴും ചെക്കിങ് ഉണ്ട്. ലൈസൻസ് ഇല്ലാണ്ടൊക്കെ നമ്മൾ ചൂണ്ടിട്ട് കഴിഞ്ഞാൽ ഇവർ നമ്മളെ പിടിക്കുന്നതാണ്. നമുക്ക് ഇവിടുത്തെ ഒരു ലൈസൻസ് എടുക്കണമെങ്കിൽ 1 ഇയർ 35 പൗണ്ടാണ്. അപ്പോൾ ആശാന അതിൻ്റെ ലൈസൻസൊക്കെ ഉണ്ട്. പുള്ളി ഇതിൻ്റെ പുലിയാണ്. അപ്പോൾ ഒരു ലൈസൻസ് വെച്ച് 2 പേർക്കിടാം. അവൻ്റെ അടുത്തേക്ക് ലൈസൻസ് 2 ചൂണ്ടയുടെയാണ്. അപ്പോൾ അതാണ് കണ്ടത്, സൈക്കിൾ പോകുന്നതുണ്ട്. അപ്പോൾ നമ്മൾ വളരെ കെയറിങ് ആയിരിക്കും. നമ്മൾ അടിക്കുമ്പോഴത്തേക്കും നമ്മൾ നോക്കണം. അപ്പോൾ എൻ്റെ ഉദ്ദേശം വേറെയാണ്, ചൂണ്ടിടലാണ് നമ്മുടെ മെയിൻ ടാസ്ക്. അതുകൊണ്ട് ഞാൻ പതുക്കെ ക്യാമറ സൈഡാക്കി വെച്ച് ഇവിടെ ക്യാമറ വെക്കുമ്പോഴും സീൻ ഇവിടെ മൊത്തം പിടിച്ചുവരക്കാരാണ്. ഈ സൈക്കിള് എൻ്റെ മറ്റേ ടീമുണ്ട്, ഇവിടുത്തെ ഫ്രീക്കന്മാർ പിള്ളേർ. അവന്മാർ 100-110 വന്ന് ക്യാമറയും നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ജിമ്പലൊക്കെ ആയിട്ട് അവന്മാർ പോവും. അപ്പോൾ അതാണ് വേറൊരു സീൻ. അപ്പോൾ ഞങ്ങൾ പതുക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ നടന്ന് ഏകദേശം കുറച്ച് അങ്ങോട്ട് പോയിക്കൊണ്ട് നമ്മൾ ഇട്ടിട്ട് നോക്കും. മീൻ അടിക്കുന്ന സ്ഥലമാണെങ്കിൽ നമ്മൾ നിൽക്കും. അങ്ങനെ പോയി നമ്മൾ വീണ്ടും ഏകദേശം ഗ്രോബി റോഡിൻ്റെ ബാക്ക് സൈഡിൽ ആൽഡിയുടെയൊക്കെ ഓപ്പോസിറ്റ് സൈഡിലുള്ള റിവറിൻ്റെ പറ്റയിലെത്തി. ഇവിടെ ഒരു രസമെന്ന് വെച്ചാൽ ഇവിടെ കാണാൻ അടിപൊളി കാഴ്ചകളാണ്. ഇതൊരു ചെറിയൊരു എന്താ പറയുക, ഒരു നമ്മുടെ നാട്ടിലൊരു ഡാം പോലെയാണ്. അതായത് ചെറിയ ഡാം, കുഞ്ഞു സാധനം. അതായത് ഇവർ വെള്ളം കെട്ടി നിർത്തിയിട്ട് ഇവിടുത്തെ വെള്ളത്തിൻ്റെ ലെവൽ കുറയ്ക്കുകയോ കൺട്രോൾ ചെയ്യാനൊക്കെ പഴയ ഒരു എന്താ പറയുക, ഒരു ചെറിയ ഇതുപോലെയാണ്. കണ്ടാൽ മനസ്സിലാവും. എനിക്ക് കൃത്യമായിട്ട് എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ പറയുവാണ്. നമ്മുടെ വെള്ളം തടഞ്ഞു നിർത്തുക, അതാണ് മെയിൻ. ഷട്ടറൊക്കെ ഉണ്ട് ഇനി. അപ്പം താഴത്തോട്ട് വേറൊരു ലെവൽ വെള്ളം, മേലോട്ട് വേറൊരു ലെവൽ വെള്ളമാണ്. വെള്ളം കൺട്രോൾ ചെയ്ത് എന്തൊക്കെയോ സിസ്റ്റമാണ്. പഴയ സെറ്റപ്പാണ്, ഇപ്പോൾ എല്ലാം പോയി. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ അവിടെയൊക്കെ ആയിട്ട് കെട്ടിടത്തിൻ്റെ പണി നടക്കുകൊണ്ട് പുതിയ ബിൽഡിങ്ങിന് പണി. അതുപോലെ തന്നെ അരയന്നങ്ങൾ, താറാവ്. അപ്പോൾ ഇവന്മാർ ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ ആറാമ്പറപ്പ് കാണിക്കുന്ന പോലെ ഇവിടുത്തെ ഇംഗ്ലീഷുകാരല്ലേ. ഇപ്പോൾ ഇവന്മാർ പറയാം നമുക്ക് ഇതിനൊക്കെ ചുട്ട് രാത്രി ഗ്രില്ലടിക്കണം. ഇവന്മാർ രാത്രി വന്ന് ഈ താറാവിനെയൊക്കെ പിടിച്ച് കാട്ടിപ്പോയി ഗ്രില്ലടിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ആവശ്യമില്ലാത്ത പഠിക്കാൻ നിൽക്കേണ്ട. അവന്മാർക്ക് ഇതൊന്നും വിഷയമല്ല, നമുക്കല്ലേ പേടി. അവന്മാർ ഇവിടുത്തെ മെയിൻ ആൾക്കാരാണ്. അപ്പം അവനിങ്ങനെ തന്നെ കൊണ്ടുപോകാൻ കേട്ടോ. ഭയങ്കര അവരും പാവപ്പെട്ടവനാണ്. നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങൾ കാണിച്ച്. അതുപോലെ തന്നെ ഒരു ബോട്ട് വന്നിട്ട് കേട്ടോ. ഈ ബോട്ടിൻ്റെ പ്രത്യേകം ചെയ്തൊരു ഹൗസ് ബോട്ടെന്ന് പറയാം. അതായത് നമ്മുടെ നാട്ടിലെ ഹൗസ് ബോട്ടല്ല, ഇവിടെയുള്ള ഓരോരുത്തർ വീട് മേടിക്കാനായിട്ട്, അതായത് നല്ലൊരു പ്ലാനായിട്ടോ. നമ്മൾ ഈ വീടൊക്കെ മേടിച്ച് കാശുള്ള സമയം കൊണ്ട് അവരൊരു ബോട്ട് വാങ്ങിച്ചിട്ട് അതിൽ തന്നെ താമസിക്കുകയാണ്. ഇംഗ്ലീഷുകാരാണ്. അതായത് നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മുടെ മറ്റേ വാൻ ലൈഫ് എന്നൊക്കെ പറഞ്ഞ പോലെ ബോട്ട് ലൈഫ്. അപ്പോൾ അവനാണെങ്കിൽ ഇത് കഥയൊക്കെ പറഞ്ഞു തന്നെ. അപ്പോൾ ഇവരൊരു ഫാമിലി ആയിട്ടൊരു ബോട്ട് വാങ്ങിക്കുക. ഇവരിതെവിടെയെങ്കിലുമൊക്കെ കൊണ്ട് ഓടിച്ച് കിടക്കുക, അതെവിടെയെങ്കിലൊക്കെ പാർക്ക് ചെയ്യുക, സാധനങ്ങൾ വാങ്ങിക്കുക, കുക്ക് ചെയ്യുക, അതിൽ തന്നെ കിടന്നുറങ്ങുക. വലിയ ചിലവില്ലെന്നാവും പറയണം. നമുക്കിപ്പോൾ ഒരു വീട് മേടിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ വില വെച്ച് നോക്കുമ്പോൾ 4 കോടിയെങ്കിലും ആവും. ഇതാകുമ്പോഴത്തേക്ക് ഒരു 10 ലക്ഷം രൂപ കൊണ്ട് പരിപാടി നടക്കും. അത്യാവശ്യം ബാക്കി മെയിൻ്റെനൻസ് ഉണ്ട്. ആ പുള്ളിക്കാരൻ എന്ത് മര്യാദക്കാരനെ പുള്ളി നമ്മൾ കൈയൊക്കെ കാണിച്ച് ആൾ ഹാപ്പിയായിട്ട് അങ്ങനെ പോകുന്നു. അവർ ഫാമിലി പുള്ളിക്കാരെ അതിൻ്റെ അകത്ത് കുക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ നേരമൊക്കെ ചൂണ്ടയായിട്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും അടുത്ത സ്ഥലത്തോട്ട് വന്നു. വീണ്ടും ചെറിയൊരു ഫിഷിങ്ങിൻ്റെ ഇത് അടിപൊളി സ്പോട്ടാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് സമയമില്ലാണ്ടായിപ്പോയി. എനിക്ക് വീട്ടിൽ പോകണം. ഇച്ചിരി രാത്രി ഇപ്പോൾ 7:30 സമയമായി. ഇരുട്ടത്തില്ല, ഇവിടെ അറിയാലോ നിങ്ങൾക്ക്, ഇരുട്ടുമ്പോൾ ലേറ്റാവുന്നു. അപ്പോൾ അങ്ങനെ 7:30 സമയമാണ്. ഞങ്ങൾ പതുക്കെ മടക്കാൻ പോവുകയാണ്. സത്യം പറഞ്ഞാൽ മീനൊന്നും കിട്ടിയില്ല.
ഉള്ള കാര്യം പറയാമല്ലോ. ഞങ്ങൾ സമയമില്ല, നമ്മൾ രാവിലെ വന്നാൽ അല്ലെങ്കിൽ ഒരു 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ സമയം നടക്കുള്ളൂ. പിന്നെ ഈ ആൾക്കാർ നടക്കുന്നതുകൊണ്ട് നമുക്ക് രാഞ്ഞ് അങ്ങോട്ട് അടിക്കാനോ അല്ലെങ്കിൽ ചൂണ്ടയിടാനോ പറ്റുന്നില്ല. അപ്പം മീൻ പിടിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് ഇപ്പോൾ നമ്മുടെ തുടക്കമാണ്, മീൻ പിടിക്കുന്ന ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇത്ര നേരം നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ, താങ്ക് യു. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്, ഇനി ചെറുതൊക്കെ അടിച്ചിട്ട് ഞങ്ങൾക്ക് നാളെ മറ്റന്നാൾ അവധിയാണ്. അപ്പോൾ എല്ലാവർക്കും പ്രത്യേകം നന്ദി. വീണ്ടും കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.